ഈ പഞ്ചരത്നത്തിന്റെ അഭിമാനം കാത്തുരക്ഷിക്കേണ്ടത് നമ്മുടെയൊക്കെ കടമയല്ല. ആ ഇല്ല ഇല്ല അല്ല, ഉറിയടി മത്സരം ഉണ്ടെങ്കിൽ ഞാനൊരു കൈ നോക്കിയേനെ. അതെ, അത് ശരിയാ. ആ അതെ, തീറ്റ മത്സരം കൂടി ഒന്ന് പരീക്ഷിച്ചാലോ ഭാനുമേ? അയ്യോ, മത്സരത്തിന് ഏത്തപ്പഴം ഇഡലിയൊക്കെ ആയിരിക്കില്ലേ? മട്ടേരിയുടെ ചോറും മീൻകറി ആയിരുന്നെങ്കിൽ തീറ്റ മത്സരത്തിൽ ഒരു പിടി പിടിച്ച് നോക്കായിരുന്നു. ഓ ഓ ഓ. ചീരുവിന്റെ കാര്യത്തിലാ എനിക്ക് ചെറിയൊരു ടെൻഷൻ. ഓണാഘോഷത്തിന്റെ ആവേശത്തിലേ ഡെലിവറി ഡേറ്റ് അടുത്ത കാര്യം നീ മറക്കല്ലേ മോളെ? അതൊന്നും കുഴപ്പമില്ല ചേച്ചി. എല്ലാരും എല്ലാം മറന്ന് ഓണം ആഘോഷിക്കണം എന്നല്ലേ? എല്ലാ സങ്കടങ്ങളും മറന്ന് ഓണം ആഘോഷിക്കണമെന്നാണ് ചീരു. എന്നുവെച്ച് വരാനിരിക്കുന്ന സന്തോഷം മറന്നു കളയണമെന്നല്ല. അതെ മോളെ, റിസ്ക് എടുത്ത് ഒരു കാര്യവും ചെയ്യണം. ഓണം അടുത്ത വർഷവും പിന്നത്തെ വർഷവും ഒക്കെ വരും. ഏയ്, റിസ്ക് ഒന്നും എടുക്കില്ല അങ്കിളെ. എന്നെ കൊണ്ട് പറ്റാവുന്ന അത്രയും ഞാൻ ചെയ്യും. ഈ ഓണത്തിന് നമ്മൾ കപ്പ് നേടിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാ? ചേച്ചി ഒന്ന് നിന്ന് തന്നാ മതി, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. നമ്മൾ 5 പേരും കളിച്ചാലല്ലേ പഞ്ചരത്നത്തിലെ ടീമാവും. ഇതാ 2 കളറാണ്. ആ രഘുവാമ്പിളിയാണല്ലോ. ഓ അതെ, ആർക്കെന്ന് കണ്ടില്ലേ? ആ വാടാ വാടാ. ലച്ചു പൂക്കളം കൊള്ളാലോ. കളിക്കിട്ടുണ്ട്. എങ്ങനെയുണ്ട് രഘു? വരുന്നത്. കണ്ടില്ലേ? അച്ഛനത്തിൽ പ്രസാദം. നോക്ക്, പൂക്കളം നോക്ക്. ചന്ദനം അതാ. അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ എല്ലാം സെറ്റ് ആണോ? ഞങ്ങള് എല്ലായിടത്തും പോയി നോക്കിട്ടാ വരുന്നേ. ആ പൂക്കളയിട്ട് തീർന്നല്ലോ അല്ലേ? ഈ പൂക്കള മത്സരത്തിന്റെ ജഡ്ജസേ ഓരോ വീടും കേറി ഇറങ്ങി വരുന്നുണ്ട്. ആ, അവര് വന്നോട്ടെ. ഞാൻ വരുമ്പോ അവര് പൂക്കളം ഇട്ട് തുടങ്ങി. നമ്മുടെ പൂക്കൾ എന്തായാലും പഞ്ചാടി ഇറങ്ങിയാ മതി. ഓക്കെ, എന്നാ സെറ്റാ. എല്ലാരും ഒന്ന് നിന്നേ, നമുക്കൊരു സെൽഫി എടുക്കാം.